മനുഷ്യർ തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവമായാണ് സോഷ്യൽ മീഡിയ കടന്നു വന്നത്. ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമാകാനും ലോകത്തിന്റെ ഏത് കോണിലുള്ളവരുമായും ബന്ധം സ്ഥാപിക്കാനും അറിവുകൾ പങ്കുവയ്ക്കാനും ഇത് വലിയൊരു വേദിയായി മാറുകയായിരുന്നു. എന്നാൽ കാലം മുന്നോട്ട് പോകുമ്പോൾ പരസ്പരം സ്നേഹം പങ്കുവയ്ക്കേണ്ട ഈ ഇടങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ വിദ്വേഷ ഫാക്ടറികളായി മാറുന്ന കാഴ്ചകളാണ് നാം കാണുന്നത്. സ്ക്രീനുകൾക്ക് പിന്നിലിരുന്ന് മറ്റൊരാളുടെ വ്യക്തിജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കാനും അവരെ ക്രൂരമായി അധിക്ഷേപിക്കാനും അവരുടെ വേദനകളിൽ ആനന്ദം കണ്ടെത്താനും ഒരു വലിയ വിഭാഗം ആളുകൾക്ക് ഇന്ന് യാതൊരു മടിയുമില്ല. അടുത്ത കാലത്ത് കേരളത്തിൽ നടന്ന ചില സംഭവങ്ങൾ സൈബറിടങ്ങളിലെ ഈ വെറുപ്പിന്റെ സംസ്കാരത്തെ വളരെ വ്യക്തമായി തുറന്നു കാണിക്കുന്നുണ്ട്. മുൻ SFI നേതാക്കളായ PM ആഷോയുടെയും K വിദ്യയുടെയും വിവാഹവുമായി ബന്ധപ്പെട്ടും പ്രിയപ്പെട്ട നടൻ ജയറാമിനെതിരെ നടക്കുന്ന വിദ്വേഷ പ്രചാരണങ്ങളും ഈ സാമൂഹിക വിപത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണങ്ങളാണ്. ഈ പ്രവണതയുടെ പിന്നിലെ യഥാർത്ഥ കാരണങ്ങളും ഇത്തരം കമന്റുകൾ ഇടുന്നവരുടെ മനഃശാസ്ത്രവും ഇത് ഏറ്റുവാങ്ങേണ്ടി വരുന്നവരുടെ മാനസികാവസ്ഥയും നാം ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. മുൻ SFI നേതാക്കളായ PM ആഷോയുടെയും K വിദ്യയുടെയും വിവാഹം കഴിഞ്ഞ ദിവസമാണ് നടന്നത്. യാതൊരുവിധ ആർഭാടങ്ങളുമില്ലാതെ വളരെ ലളിതമായി നടന്ന ഒരു മാതൃകാ വിവാഹമായിരുന്നു അത്. നമ്മുടെ സമൂഹത്തിൽ ലക്ഷങ്ങളും കോടികളും വരെ പൊടിച്ച് വിവാഹം നടത്തുമ്പോൾ ഇത്തരം ലളിതമായ വിവാഹങ്ങൾ തീർച്ചയായും പ്രശംസ അർഹിക്കുന്നുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇതിന് ലഭിച്ച സ്വീകരണം തികച്ചും വ്യത്യസ്തമായിരുന്നു. ഈ വ്യക്തികളുടെ മുൻകാല രാഷ്ട്രീയ നിലപാടുകളോടോ അവർ ഉൾപ്പെട്ടുവെന്ന് പറയപ്പെടുന്ന വിവാദങ്ങളോടോ ആർക്കും വിയോജിപ്പുകൾ ഉണ്ടാകാം. ജനാധിപത്യത്തിൽ വിമർശനങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും സ്വകാര്യമായതുമായ ഒരു ദിവസത്തെ മുൻനിർത്തി അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് തികച്ചും മനുഷ്യത്വരഹിതമായ പ്രവൃത്തി തന്നെയാണ്. അവർ ഉടുത്ത വസ്ത്രത്തെയും അവരുടെ രൂപത്തെയും അവരുടെ വ്യക്തി ജീവിതത്തെയും ലക്ഷ്യം വെച്ചിട്ടുള്ള അങ്ങേയറ്റം മോശമായ കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് മുഴുവൻ. ആശയപരമായ വിയോജിപ്പുകളെ വ്യക്തിപരമായ ശത്രുതയാക്കി മാറ്റുകയും അത് അശ്ലീലവും വിദ്വേഷവും കലർന്ന വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അപകടകരമായ പ്രവണതയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരു മനുഷ്യന്റെ സന്തോഷം കാണുമ്പോൾ അതിൽ പങ്കുചേരുന്നതിന് പകരം അവിടെയും എങ്ങനെ വിഷം ചീറ്റാം എന്ന് ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥ സമൂഹത്തിൽ പിടിമുറുക്കിയിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. സമാനമായ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയുടെ ക്രൂരമായ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വ്യക്തിയാണ് നടൻ ജയറാം. മലയാളികളുടെ കുടുംബ സദസ്സുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളായ ജയറാം അടുത്ത കാലത്തായി നൽകിയ ചില അഭിമുഖങ്ങളിലെ വൈരുദ്ധ്യങ്ങളാണ് സൈബർ ആക്രമണങ്ങൾക്ക് കാരണമായത്. സിനിമകളുടെ പ്രൊമോഷന്റെ ഭാഗമായി നൽകുന്ന അഭിമുഖങ്ങളിൽ ഒരേ കാര്യത്തെക്കുറിച്ച് പലയിടത്തും വ്യത്യസ്തമായ കാര്യങ്ങൾ പറഞ്ഞു എന്നതായിരുന്നു പ്രധാന ആരോപണം. തീർച്ചയായും ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ അതിൽ വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കപ്പെടാം. എന്നാൽ അതിൻ്റെ പേരിൽ ജയറാം എന്ന വ്യക്തിയെ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ വഞ്ചകനോ മോശക്കാരനോ ആയി ചിത്രീകരിക്കുന്നത് അങ്ങേയറ്റം അതിശയോക്തിപരവും ക്രൂരവുമാണ്. ഒരാളുടെ സംസാരത്തിലോ ഓർമ്മയിലോ സംഭവിക്കുന്ന പിഴവുകളെ അല്ലെങ്കിൽ സിനിമ വിജയിപ്പിക്കാൻ വേണ്ടി പറയുന്ന ചില കാര്യങ്ങളെ അയാളുടെ മുഴുവൻ വ്യക്തിത്വത്തെയും അളക്കാനുള്ള മാനദണ്ഡമായി മാറ്റുന്നത് ശരിയായ രീതിയേ അല്ല. പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ ഈ ട്രോളുകൾ ഏറ്റെടുക്കുകയും അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ മുൻകാല സംഭാവനകൾ പോലും മറന്നുകൊണ്ട് ജനക്കൂട്ടം ആക്രമണത്തിൽ പങ്കുചേർന്നു. ഒരു തെറ്റോ പാളിച്ചയോ സംഭവിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നതിന് പകരം ആ വ്യക്തിയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ക്യാൻസർ കൾച്ചർ എന്ന വിപത്താണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇത്തരം സംഘടിതമായ വിദ്വേഷ ആക്രമണങ്ങൾക്ക് ഇരയായവർ ആഷോയും വിദ്യയും ജയറാമും മാത്രമല്ല, എണ്ണമറ്റ വ്യക്തികൾ ഈ ക്രൂരതയ്ക്ക് ഇരയായിട്ടുണ്ട്. തങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ നടി പാർവതി തിരുവോത്ത് നേരിട്ട സൈബർ ആക്രമണങ്ങൾ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിദ്വേഷ പ്രചാരണങ്ങളിൽ ഒന്നായിരുന്നു. അതുപോലെ തന്നെ സ്വന്തമായി അധ്വാനിച്ച് പഠിക്കാൻ മീൻ കച്ചവടം നടത്തിയ ഹനാൻ എന്ന പെൺകുട്ടിയെ അവൾ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതാണെന്ന് ആരോപിച്ച് സൈബറിടം കൂട്ടത്തോടെ ആക്രമിച്ചത് നാം കണ്ടതാണ്. തന്റെ സ്വകാര്യ നിമിഷങ്ങളുടെ ചിത്രങ്ങൾ പങ്കുവച്ചതിന്റെ പേരിൽ ഗായിക അമൃത സുരേഷും സമാനമായ രീതിയിൽ നിരന്തരം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. സമാനമായി നിരന്തരം ബോഡി ഷെയ്മിങ്ങും അധിക്ഷേപങ്ങൾക്കും ഇരയായ വ്യക്തിയാണ് ഗായിക അഭിരാമി സുരേഷും. സ്വന്തം സഹോദരി അമൃത സുരേഷിന് പിന്തുണ നൽകിയതിന്റെ പേരിലും തന്റേതായ നിലപാടുകൾ തുറന്നു പറഞ്ഞതിന്റെ പേരിലുമാണ് അഭിരാമിയെ പലരും വേട്ടയാടിയത്. അതിനേക്കാൾ ഉപരി അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ രീതിയിലുള്ള ബോഡി ഷെയ്മിങ്ങും പരിഹാസങ്ങളാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. ഒരാളുടെ രൂപത്തെയും ശരീരത്തെയും പരിഹസിക്കുന്നത് വലിയൊരു മാനസിക വൈകല്യമാണെന്ന് സ്ക്രീനുകൾക്ക് പിന്നിലിരിക്കുന്ന ഈ ജനക്കൂട്ടം പലപ്പോഴും സൗകര്യപൂർവ്വം മറന്നുപോകുന്നുണ്ട്. കൊല്ലം സുധി എന്ന കലാകാരന്റെ അപ്രതീക്ഷിത വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ രേണു സുധി നേരിട്ട സൈബർ ആക്രമണങ്ങൾ കേരളത്തിന്റെ സദാചാര ബോധത്തിന്റെ ഏറ്റവും വികൃതമായ മുഖമാണ് തുറന്നു കാണിച്ചത്. നിലവിൽ രേണുവിനെ സമൂഹം വിചാരണ ചെയ്യുന്നത് അങ്ങേയറ്റം ക്രൂരമായാണ്. അവർ ചിരിച്ചുവെന്നോ അവർക്കിഷ്ടമുള്ള വസ്ത്രം ധരിച്ചുവെന്നോ ടെലിവിഷൻ പരിപാടികളിൽ പങ്കെടുത്തുവെന്നോ വെബ് സീരീസുകളിൽ അഭിനയിച്ചുവെന്നോ കാണിച്ച് ഒരു വിധവ എങ്ങനെ ജീവിക്കണം എന്നതിൻ്റെ സദാചാര ക്ലാസുകളാണ് സൈബർ ഇടങ്ങളിൽ നിരന്തരം ഉയർന്നത്.
അതിജീവിക്കാൻ പൊരുതുന്ന ഒരു വ്യക്തിയെ വീണ്ടും വീണ്ടും മാനസികമായി തളർത്തുന്ന ഇത്തരം പ്രവണതകൾ മനുഷ്യത്വമില്ലായ്മയുടെ ഉദാഹരണം തന്നെയാണ്. ഒരാളുടെ കണ്ണുനീരിൽ മാത്രം തൃപ്തി കണ്ടെത്തുന്ന ഒരു സാഡിസ്റ്റിക് മനോഭാവമാണ് രേണുവിനെതിരെയുള്ള കമൻറ്റുകളിൽ ഉടനീളം പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രശസ്തരുടെ മക്കളോ സഹോദരങ്ങളോ ആയതുകൊണ്ട് മാത്രം യാതൊരു കാരണവുമില്ലാതെ സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്നവരും നിരവധിയാണ്. നടനും രാഷ്ട്രീയ നേതാവുമായ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് നേരിടുന്ന വ്യക്തിഹത്യകൾ ഇതിനൊരു പ്രധാന ഉദാഹരണമാണ്. സൈബർ ഇടങ്ങളിൽ ഏറ്റവും അധികം വേട്ടയാടപ്പെടുന്ന മറ്റൊരു കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റേത്. ദിയ കൃഷ്ണ, അഹാന കൃഷ്ണ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ പെൺമക്കളും ഭാര്യയും നിരന്തരം സോഷ്യൽ മീഡിയയുടെ നിരീക്ഷണത്തിലാണ്. തങ്ങളുടെ ദൈനംദിന ജീവിതം വ്ളോഗുകളിലൂടെയും മറ്റും പങ്കുവെക്കുന്നു എന്നതിൻ്റെ പേരിൽ അവരുടെ സ്വകാര്യമായ തെരഞ്ഞെടുപ്പുകളെയും അതുപോലെ വ്യക്തിബന്ധങ്ങളെയും ഇഴകീറി പരിശോധിക്കാനും അവരെ അധിക്ഷേപിക്കാനും തങ്ങൾക്ക് അവകാശമുണ്ടെന്നാണ് സൈബർ ആൾക്കൂട്ടത്തിൻ്റെ ധാരണ. ദിയ കൃഷ്ണയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലും അങ്ങേയറ്റം മോശമായ രീതിയിലുള്ള ഇടപെടലുകളും കമൻറ്റുകളുമാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത്. ആ കുടുംബത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളോടുള്ള വിയോജിപ്പുകൾ പോലും പലപ്പോഴും വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്കാണ് വഴിമാറുന്നത്. ഒരു പബ്ലിക് ഫിഗർ ആണെങ്കിൽ പോലും അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് അതിക്രമിച്ചു കടക്കാൻ ആർക്കും അവകാശമില്ലെന്ന അടിസ്ഥാന മര്യാദ ഇവിടെ ലംഘിക്കപ്പെടുകയാണ്. സിനിമയിലെ താരങ്ങൾ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കുമ്പോൾ അവരെ പൂർണ്ണമായും തകർക്കാൻ ശ്രമിക്കുന്ന പ്രവണതയും ഇന്ന് സജീവമാണ്. നടൻ ഉണ്ണി മുകുന്ദൻ നിരന്തരം ഇത്തരം സംഘടിതമായ ആക്രമണങ്ങൾക്ക് ഇരയാകാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില രാഷ്ട്രീയ സാമൂഹിക നിലപാടുകളോടുള്ള വിയോജിപ്പുകൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമകൾക്കെതിരെയുള്ള ബോധപൂർവമായ ഡീഗ്രേഡിങ്ങിലേക്കും വ്യക്തിഹത്യയിലേക്കുമാണ് വഴിമാറുന്നത്. ഇതിനെല്ലാം പുറമെ സ്ത്രീകൾ വലിയ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ മടിക്കുന്ന പുരുഷാധിപത്യ മനോഭാവം സൈബറിടങ്ങളിൽ വളരെ പ്രകടമാണ്. കന്നഡ സൂപ്പർ താരം യാഷിനെ നായകനാക്കി ടോക്സിക് എന്ന വമ്പൻ പാൻ ഇന്ത്യൻ ചിത്രം സംവിധാനം ചെയ്ത ഗീതു മോഹൻദാസിനെതിരെ ഉയർന്ന സൈബർ ആക്രമണങ്ങൾ ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. വ്യത്യസ്തമായ രീതിയിൽ അവതാരികയായി തിളങ്ങിയ രഞ്ജിനി ഹരിദാസ് വർഷങ്ങളോളം ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇതുകൂടാതെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, ദളിത് ആക്ടിവിസ്റ്റുകൾ എന്നിവരും നിരന്തരം സോഷ്യൽ മീഡിയയുടെ ഈ വംശീയതയും അശ്ലീലവും കലർന്ന ആക്രമണങ്ങൾക്ക് ഇരയാകാറുണ്ട്. ഈ വ്യക്തികൾക്കെല്ലാം നേരെ നടക്കുന്ന ആക്രമണങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ യാഥാർത്ഥ്യത്തിലേക്കാണ്. നാം ഉപയോഗിക്കുന്ന സ്ക്രീനുകൾക്ക് പിന്നിൽ മറഞ്ഞിരുന്ന് ആരെയും കല്ലെറിയാൻ മടിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടം ഇവിടെയുണ്ട്. നമ്മുടെ സമൂഹത്തിൽ അസഹിഷ്ണുത വളരെ ആഴത്തിൽ വേരോടിയിരിക്കുന്നു. മറ്റൊരാളുടെ സന്തോഷം, സ്വാതന്ത്ര്യം, വളർച്ച അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ തെരഞ്ഞെടുപ്പുകൾ എന്നിവയൊക്കെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത വലിയൊരു വിഭാഗം ആളുകൾ നമുക്കിടയിലുണ്ട്. തങ്ങളുടെ സ്വന്തം ജീവിതത്തിലുള്ള നിരാശകളും അപകർഷതാബോധവും മറച്ചുവെക്കാൻ മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കി അവരെ കല്ലെറിയുന്നത് ഇവർ ഒരു വിനോദമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതൊരു കേവലമായ പ്രതിഭാസമല്ല, മറിച്ച് ഗുരുതരമായ സാമൂഹിക മാനസിക പ്രശ്നങ്ങളുടെ പ്രതിഫലനമാണ്. മുൻവിധികളില്ലാതെ സഹാനുഭൂതിയോടെ മറ്റുള്ളവരെ സമീപിക്കാൻ നാം പഠിക്കാത്ത കാലത്തോളം ഈ ഡിജിറ്റൽ ലോകത്തെ വെറുപ്പിൻ്റെ ഫാക്ടറികൾ സജീവമായി തന്നെ നിലനിൽക്കും. സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം വിദ്വേഷം നിറയുന്നതിന് പിന്നിൽ വളരെ വ്യക്തമായ ചില മാനസിക കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓൺലൈൻ ഡിസ്ഇൻഹിബിഷൻ ഇഫക്റ്റ് എന്നതാണ്. യഥാർത്ഥ ജീവിതത്തിൽ ഒരാളുടെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യമില്ലാത്ത കാര്യങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ ഒരു വ്യാജ പ്രൊഫൈലിൻ്റെയോ സ്ക്രീനിൻ്റെയോ മറവിലിരുന്ന് പറയാൻ ആളുകൾക്ക് ധൈര്യം ലഭിക്കുന്നു. ഇവിടെ തങ്ങൾ പിടിക്കപ്പെടില്ലെന്നും തങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്തങ്ങളില്ലെന്നും അവർ വിശ്വസിക്കുന്നു. ഈ അദൃശ്യത അവർക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ലൈസൻസായി മാറുകയാണ്. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രം കണ്ടെത്തുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്ന ഈ മാനസികാവസ്ഥയെ മനഃശാസ്ത്രപരമായി ഹൈപ്പർ ക്രിറ്റിസിസം അല്ലെങ്കിൽ സിനിസിസം എന്ന് നമുക്ക് വിളിക്കാം. ഈ സ്വഭാവമുള്ളവർ ലോകത്തെ എപ്പോഴും നിഷേധാത്മകമായ കണ്ണുകളിലൂടെ മാത്രമാണ് കാണുന്നത്. ഇതിനു പിന്നിലെ പ്രധാന കാരണം സൈക്കോളജിക്കൽ പ്രൊജക്ഷനാണ്. സ്വന്തം ജീവിതത്തിലെ പരാജയങ്ങൾ, അപകർഷതാബോധം, നിരാശ, അസംതൃപ്തി എന്നിവയെ മറികടക്കാൻ മറ്റുള്ളവരിൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് ഇത്തരക്കാർക്ക് ഒരു താൽക്കാലിക ആശ്വാസം നൽകുന്നു. പ്രശസ്തരായ വ്യക്തികളെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശ്രദ്ധയാകർഷിക്കുന്നവരെ താഴെ ഇറക്കുമ്പോൾ തങ്ങൾ അവരെക്കാൾ മികച്ചവരാണെന്ന ഒരു മിഥ്യാബോധം ഇവരിലുണ്ടാകുന്നു. മറ്റൊരു പ്രധാന മാനസികാവസ്ഥയാണ് ഷാഡൻ ഫ്രോയിഡ്. മറ്റുള്ളവരുടെ വീഴ്ചകളിലും ദുരന്തങ്ങളിലും സന്തോഷം കണ്ടെത്തുന്ന മാനസികാവസ്ഥയാണിത്. ഒരാൾക്ക് ഒരബദ്ധം പറ്റുമ്പോഴോ അവർ സൈബർ ആക്രമണത്തിന് ഇരയാകുമ്പോഴോ അതിൽ നിന്ന് സാഡിസ്റ്റിക്കായ ഒരു ആനന്ദം കണ്ടെത്താൻ ഇത്തരക്കാർക്ക് സാധിക്കുന്നു. ഒരു വ്യക്തി തനിച്ചായിരിക്കുമ്പോൾ ചെയ്യാത്ത പല ക്രൂരതകളും ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാകുമ്പോൾ ചെയ്യാൻ മടിക്കാത്ത മോബ് മെൻറ്റാലിറ്റിയും ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ആദ്യത്തെ കുറച്ചുപേർ ഒരാളെ അധിക്ഷേപിക്കുന്നത് കാണുമ്പോൾ അതിലെ ശരിതെറ്റുകൾ ചിന്തിക്കാതെ മറ്റുള്ളവരും ആ ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുന്നു. ഇത് പലപ്പോഴും ഒരുതരം മാനസിക വൈകല്യമായി തന്നെ കണക്കാക്കേണ്ടതുണ്ട്. ഇത്തരം വിദ്വേഷ കമൻറ്റുകൾ എഴുതി വിടുന്നവർക്ക് അതൊരു നിമിഷത്തെ വിനോദമോ അല്ലെങ്കിൽ തങ്ങളുടെ ഇച്ഛാഭംഗം തീർക്കാനുള്ള വഴിയോ മാത്രമായിരിക്കാം.
എന്നാൽ ഈ അധിക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന വ്യക്തികളുടെ മാനസികാവസ്ഥ നാം പലപ്പോഴും ചിന്തിക്കാറില്ല. നമുക്ക് വ്യക്തിപരമായി ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഗൗരവം നാം മനസ്സിലാക്കുകയുള്ളൂ. രാവിലെ ഉറക്കമുണർന്ന് സ്വന്തം ഫോൺ തുറക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ തന്നെയും തൻ്റെ കുടുംബത്തെയും ഏറ്റവും മോശമായ വാക്കുകളിൽ അധിക്ഷേപിക്കുന്നത് കാണേണ്ടി വരുന്ന ഒരാളുടെ അവസ്ഥ ഭയാനകമാണ്. ഇത് കടുത്ത ഉത്കണ്ഠയിലേക്കും അതുപോലെ വിഷാദ രോഗത്തിലേക്കും അവരെ തള്ളിവിടുന്നു. പലരും പൊതുസമൂഹത്തിൽ നിന്ന് ഉൾവലിയാനും സ്വന്തം കഴിവുകളിൽ വിശ്വാസം നഷ്ടപ്പെടാനും ഇത് കാരണമാകുന്നു. സമാനമായ സൈബർ ആക്രമണങ്ങൾ നേരിട്ട് ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ചുവെന്ന് തുറന്നു പറഞ്ഞ നിരവധി പ്രമുഖരുണ്ട്. ഒട്ടും പരിചിതമല്ലാത്ത ആളുകൾ തങ്ങളെക്കുറിച്ച് ഇത്രയേറെ വെറുപ്പ് വെച്ച് പുലർത്തുന്നത് കാണുമ്പോൾ അത് സൃഷ്ടിക്കുന്ന മാനസികാഘാതം ചെറുതൊന്നുമല്ല. ഈ വെറുപ്പ് ഡിജിറ്റൽ ലോകത്ത് മാത്രം നിൽക്കുന്നതല്ല. അതവരുടെ യഥാർത്ഥ ജീവിതത്തിലെ ബന്ധങ്ങളെയും തൊഴിലിനെയും മാനസിക സമാധാനത്തെയും സാരമായി ബാധിക്കാറുണ്ട്. സോഷ്യൽ മീഡിയ എന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ ഒരു പ്രതിഫലനമാണ്. അവിടെ നാം കാണുന്ന വെറുപ്പും വിദ്വേഷവും നമ്മുടെ സമൂഹത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അസഹിഷ്ണുതയുടെയും മാനസിക വൈകല്യത്തിൻ്റെയും ബാക്കിപത്രങ്ങളാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കാനും വിമർശിക്കാനും എല്ലാവർക്കും അവകാശമുണ്ട്. എന്നാൽ ആ വിമർശനങ്ങൾ ആശയങ്ങളോടും പ്രവൃത്തികളോടുമായിരിക്കണം, മറിച്ച് വ്യക്തികളോടോ അവരുടെ സ്വകാര്യ ജീവിതത്തോടോ ആയിരിക്കരുത്. ഒരൊറ്റ കമൻറ്റ് കൊണ്ട് ഒരാളുടെ ജീവിതം തകർക്കാൻ സാധിക്കുമെന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ വിരൽത്തുമ്പിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൾക്കും മുൻപായി അത് എന്നെക്കുറിച്ചാണ് മറ്റൊരാൾ പറയുന്നതെങ്കിൽ എനിക്ക് എന്ത് തോന്നും എന്നൊരു നിമിഷം ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. ഡിജിറ്റൽ ഇടങ്ങളിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഡിജിറ്റൽ എമ്പതി അഥവാ ഓൺലൈൻ സഹാനുഭൂതിയാണ്. മറ്റുള്ളവരും നമ്മളെപ്പോലെ തന്നെ വികാരങ്ങളുള്ള മനുഷ്യരാണെന്ന് മനസ്സിലാക്കാനും അവർക്കർഹിക്കുന്ന ബഹുമാനം നൽകാനും നാം ശീലിക്കേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിൻ്റെ മാനസികാരോഗ്യം നിലനിർത്താനും വരും തലമുറയ്ക്ക് ആരോഗ്യകരമായ ഒരു സൈബർ ഇടം കൈമാറാനും ഈ മാറ്റം അത്യന്താപേക്ഷിതമാണ്. സ്ക്രീനുകൾ മനുഷ്യരെ തമ്മിൽ അകറ്റാനുള്ളതല്ല, മറിച്ച് കൂടുതൽ അടുപ്പിക്കാനുള്ളതാണെന്ന യാഥാർത്ഥ്യം നാം മറക്കാതിരിക്കാം. വിദ്വേഷം പടർത്താൻ എളുപ്പമാണ്, എന്നാൽ മനസ്സിലാക്കാനും സ്നേഹിക്കാനുമാണ് യഥാർത്ഥ കരുത്ത് വേണ്ടത്. അത്തരമൊരു കരുത്തുറ്റ സമൂഹമായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.